സീനിയർ അത് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ കുറച്ച് ദിവസത്തിനൊക്കെ എനിക്ക് മനസ്സിലായി ശരിയാണ്. എനിക്കൊരിക്കലും നല്ല ചോക്ലേറ്റ് കഥാപാത്രങ്ങൾ എന്നെ അട്രാക്ട് ചെയ്യാറ്. ജഗദമ്മ വില്ലത്തിയാണോ? ജഗദമ്മയ്ക്ക് അതൊരു വില്ലത്തി കിടപ്പുണ്ട്. മുഖ്യധാര അത് ഞാനും ഒന്ന് നോക്കട്ടെ. ആരോടും അങ്ങോട്ട് ചാൻസ് ചോദിക്കുക, നിങ്ങളുടെ സിനിമ കണ്ടിട്ടുണ്ടോ കേട്ടോ, നിങ്ങൾ നന്നായിരിക്കുന്നു, എന്നെങ്കിലും നിങ്ങളുടെ ഒരു സിനിമ അഭിനയിക്കണമെന്ന ഇതൊന്നും പറയുന്ന ഒരു ശീലമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് അത് പ്രതീക്ഷിച്ച് വന്ന ചില ബന്ധങ്ങൾ പിന്നീട് അത് ദോഷമായിട്ട് മാറിയത്. ശ്രീനേട്ടയെക്കുറിച്ച് എന്താ പറയുന്നത്? വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിലും എനിക്ക് അങ്ങേയറ്റം ബഹുമാനം. ഏത് കാര്യത്തെക്കുറിച്ചും ഗൗരവമായിട്ടാണെങ്കിൽ അങ്ങനെ, തമാശയായിട്ടാണെങ്കിൽ ഇങ്ങനെ, ചടുലമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ. രേവതിക്ക് ഡബ് ചെയ്യുന്നു, ശോഭനയ്ക്ക് ഡബ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഡബ് ചെയ്യാൻ വരുമ്പോഴുള്ള ടെൻഷൻ, എന്ത് സാധനമായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് കുശുംബിയാണോ, കുന്നായ്മയാണോ, അതോ വളരെ നല്ലവളാണോ, പെരുങ്കള്ളിയാണോ, വില്ലിയാണോ? ഒരെവിടെയില്ല. ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കിട്ടാവുന്നതിൽ ഏറ്റവും വെറൈറ്റി ചെയ്യാൻ സാധിച്ചതും ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് എന്നിലൂടെയാണ്. കുറെ പേർക്ക് അറിയത്തില്ല. രേവതിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്യാനിരുന്നു. അങ്ങനെ ആയിപ്പോയതാ. ഞാൻ ഇറങ്ങിയല്ലോ. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, ഒന്നിനെ ഇട്ടാന്ന് വിളിച്ച ആൾക്കാർക്ക് മനസ്സിലാവോ? ഏട്ടാന്ന് ചോദിച്ചാൽ ഇട്ടാവുന്നതാണ്. പുട്ടും കടലയും മലയാളി തലമുറകൾ പിന്നിട്ട സ്വാദൂറും ബന്ധം ഫ്രം ഫിറ. തലയണ മന്ത്രത്തിൽ ആ വോയിസ് മോഡുലേഷനൊക്കെ ഭാഗ്യലക്ഷ്മി കൊടുക്കുന്ന സമയത്ത് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം മിഥുനത്തിലെ സുലോചനയാണ്. ഇപ്പോഴും ചേച്ചി പറയുന്നത് എനിക്ക് ഡബ് ചെയ്യാൻ തരേണ്ടത് ഉർവശി ചേച്ചി എനിക്ക് ഇനിയും ഡബ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന കുറേ കഥാപാത്രങ്ങൾ ചേച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെന്താ പറയുക, ഭാഗ്യ ചേച്ചി ഇപ്പം ചെയ്യുന്ന മറ്റ് നായികമാർക്ക് ചെയ്യുമ്പോൾ ഒരു അതിനകത്ത് സ്ഥായിയായ ചില കാര്യങ്ങൾ വന്നു പോകും. അവരുടേതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ഒരു സ്ഥിരതയുണ്ട്. ശോഭന ഇന്നത് പെർഫോം ചെയ്യും, രേവതി ഇങ്ങനെ പെർഫോം ചെയ്യും, പാർവതി ഇങ്ങനെ, അങ്ങനെ ഓരോരുത്തരെക്കുറിച്ചും ഒരു ധാരണയുണ്ട് വ്യക്തമായിട്ട്. അപ്പം അങ്ങോട്ട് പടത്തിന് പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിലവർക്ക് ഡബ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. രേവതിക്ക് ഡബ് ചെയ്യുന്നു, ശോഭനയ്ക്ക് ഡബ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഡബ് ചെയ്യാൻ വരുമ്പോഴുള്ള ടെൻഷൻ, എന്ത് സാധനമായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് കുശുംബിയാണോ, കുന്നായ്മയാണോ, അതോ വളരെ നല്ലവളാണോ, പെരുങ്കള്ളിയാണോ, വില്ലിയാണോ? ഒരെവിടെയില്ല. അതാണ് അങ്ങനത്തെ ചില സംഗതികളുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ചേട്ടനെതിരായിട്ട് ഭർത്താവിന് വേണ്ടി സംസാരിക്കുന്ന, കുറച്ച് സ്നേഹത്തെ വളർത്തിയ ചേട്ടനെതിരായിട്ട് ഇങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കുന്ന ഒരു വക്കീലാണ്. അപ്പം അത് സംസാരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാലഞ്ചുകളുണ്ട്. അപ്പം ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കിട്ടാവുന്നതിൽ ഏറ്റവും വെറൈറ്റി ചെയ്യാൻ സാധിച്ചതും ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് എന്നിലൂടെയാണ്. അതൊക്കെയാണ്. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ സുലോചന എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ സുലോചന അവസാനം സേതുവിൻ്റെ കൂടെ പോകണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉർവശി ചേച്ചിക്ക് എതിരെ അഭിപ്രായമുണ്ട്. ആ കഥയെ സംബന്ധിച്ച് ആ കഥാപാത്രം ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അവളുടെ ഇമോഷൻസ് ഒന്നും ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അയാൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണല്ലോ അവർക്കിടയിലെ പ്രശ്നം. അയാൾ ജീവിത പ്രശ്നങ്ങളിലാണ്, പക്ഷേ അവരുടെ റിലേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് അയാൾക്ക് അറിയില്ല. അങ്ങനെ ഒരാളുടെ കൂടെ വീണ്ടും പോയാൽ സുലോചന വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്ന ലോകത്തിൽ എത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമായിരുന്നു ഉർവശി ചേച്ചി തന്നെ ഒരു കാലഘട്ടത്തിൽ ആ കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതല്ല എനിക്ക് തോന്നിയതല്ല. അന്നത്തെ എൻ്റെ പ്രായത്തിൽ എനിക്കൊരു ഒരു 20 വയസ്സുണ്ടാവുമോ? ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ഈഗോയിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ എന്നിങ്ങനെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനും എനിക്കിഷ്ടമല്ല. എപ്പോഴും കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടെന്ന് എനിക്ക് എന്താ വാങ്ങിച്ചു തരാത്ത, എന്താ ഇതെന്താ ചെയ്യാത്ത എന്നൊക്കെ ചോദിക്കുന്ന. പക്ഷെ എന്തുകൊണ്ട് അയാൾക്ക് എന്നോട് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. ഞാൻ ഇന്നൊരവസ്ഥയിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊപ്പം നിന്ന് അയാളെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു പെണ്ണാണ് സുലോചന. പക്ഷേ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അയാൾ തെറ്റിദ്ധരിച്ചിട്ട് അയാൾ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചു. തെറ്റിദ്ധരിക്കുന്ന വെച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, അവളെ കൊണ്ടൊന്നും സഹായിക്കാനില്ല. സഹായിക്കാനുണ്ടോ ഇല്ലയോ, സഹായിക്കുന്നവരൊക്കെ തന്നെയാണ് കൂടെ ജീവിക്കുന്നത്. അച്ഛന് സഹായിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അമ്മാവന് പറ്റുന്നില്ല, കൂടെ ആർക്കും പറ്റുന്നില്ല. ഒരു വകയും തരാറില്ലെങ്കിലും അമ്മാവൻ വരട്ടുന്നുണ്ടല്ലേ പറ്റേ. ഇന്നസെൻ്റ് ഏട്ടൻ അമ്മാവൻ എന്നെ അടിച്ചാൽ ഞാൻ അമ്മാവനെ അടിക്കും എന്ന് പറയുന്നത്
പുള്ളി കാരണം വെറുതെ വരട്ടിയിട്ട് കാര്യമില്ല. ഉം. അങ്ങനെയൊക്കെ ഉള്ള അന്നത്തെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഭാര്യമാരെ പല കാര്യങ്ങളും അറിയിക്കേണ്ട ഭർത്താവ് എന്നുള്ളതൊക്കെ. എനിക്കതിനകത്ത് ഒരു വിഷമമായിട്ട് തോന്നിയതിൻ്റെ കാര്യം ഭാര്യയുടെ ഭാഗത്തുനിന്നോ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ എന്ത് പ്രശ്നമായിക്കോട്ടെ അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ ഉടനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താം എന്ന് പറഞ്ഞാൽ സ്വന്തം വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ആജീവനാന്തം ഇനി ഇതാണ് സ്വന്തം വീട്. ഒരു പെണ്ണിനെ മനസ്സിലാക്കിച്ച് ഇറക്കുമ്പോൾ തന്നെ ഒരു പെണ്ണ് ഇത്തിരി മുതിർന്നു കഴിഞ്ഞാൽ മുതൽ പറഞ്ഞു കൊടുക്കുന്നത് നീ വേറൊരുത്തൻ്റെ വീട്ടിൽ പൊറുക്കാൻ വേണ്ടവളാണ്, അതുകൊണ്ട് പാചകം പഠിക്ക്. നീ വേറൊരുത്തൻ്റെ കൂടെ പോയി താമസിക്കേണ്ടവളാണ്, അതുകൊണ്ട് വൃത്തിയും വീറുമൊക്കെ പഠിക്കും. നീ വേറൊരുത്തൻ്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടവളാണ്, അതുകൊണ്ട് ഇങ്ങനെ പെരുമാറി പഠിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊച്ചിലേ മുതൽ വരുന്ന അവർ നമ്മളിങ്ങനെ ആയിരിക്കണം, നമ്മളിങ്ങനെ മെനയായിട്ട് കാണിക്കണം. അപ്പോൾ എല്ലാം ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ വീട്, അവിടെ നിന്നുണ്ടാകുന്നതാണ് ആ കുടുംബത്തിൻ്റെ സന്തതി പരമ്പര. ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് പറയണമെന്ന് നമ്മളെ പറഞ്ഞ് 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 കാലങ്ങളായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുന്ന ഒരു പെണ്ണ് അല്ല സുലോചന. വീട്ടിൽ വളരെ വിദഗ്ധമായിട്ട് പായി പൊക്കിക്കൊണ്ടുവരാൻ കൂടെ ഒന്ന് കൊടുത്ത ആളാണ്. അപ്പോൾ അവള് പറയുമ്പം കൃത്യമായിട്ട് ഈ കുറുക്കൻ്റെ കൂട്ട് പുറകെ കിടക്കുന്ന ഈ ഒരു ചേട്ടനെ പറ്റിച്ച് വാഴത്തോട്ടത്തിൽ വന്ന് നിൽക്കണമെന്ന് അവിടെ വന്ന് നിൽക്കും. എല്ലാം ചെയ്യുന്നുണ്ട്. അവൾ തന്നെയാണ് അനിയത്തിയുടെ കല്യാണത്തിനോ മറ്റോ ആഭരണങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജീവിച്ചാൽ എൻ്റെ കൂടെ ജീവിക്കൂ എന്ന് വിചാരിക്കുന്നൊരു പെണ്ണാണ്. അപ്പോൾ ഇവക്കൊരു ഒരു പ്രശ്നം പറ്റിയാൽ എന്തോ ആവട്ടെ, ഭർത്താക്കന്മാരുടെ സ്ഥിരം ജോലി എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ വിടുക എന്ന് പറയുമ്പം ഇത് പിന്നെ ഏതാണ് സ്ഥലം? അപ്പോൾ ഈ വീട് എൻ്റെ വീടല്ല എന്നുള്ള ബോധത്തോടു കൂടി വേണ്ട ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കാൻ. ഒരിക്കലും എൻ്റെ വീടാവില്ല, അത് ആപത്തേയില്ല. എൻ്റെ വീടാണെങ്കിൽ എന്നെ എന്തിനാണ് ഇറക്കി വിടുന്നത്? എടെ അമ്മ ഇറക്കി വിടുന്നുണ്ടോ? എടെ പെങ്ങളെ ഇറക്കി വിടുന്നുണ്ടോ? പെമ്മക്കളെ ഇറക്കി വിടുന്നുണ്ടോ? എന്നെ മാത്രം എന്തിനാണ് ഇറക്കി വിടുന്നത്? അത് ഇയാൾ തന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി വിട്ടേക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അപ്പം എനിക്കിന്ന കാര്യങ്ങളുണ്ട്, ഞാൻ അച്ഛനാണ്, സഹോദരനാണ്, ഒരു മകനാണ്, അനന്തരവനാണ്, ഇത്രയും ഒരാളാണ് ഞാൻ. അത് നിൻ്റെ കാമുകനും ഭർത്താവും മാത്രമല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് നീ ജീവിച്ചോണം എന്ന് പറഞ്ഞാൽ സുലോചന നാച്ചുറലായിട്ട് പറയും ഞാനൊരു അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, എനിക്കുമുണ്ട് വിചാര വികാരങ്ങളും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഉണ്ടായിക്കൂടെ? നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാകാവുള്ളൂ. അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സർവസ്വവും നിങ്ങളാണെന്നും പറഞ്ഞാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? അപ്പം ഇവിടെ ഇതൊക്കെ എല്ലാം ഉണ്ട്, ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണെങ്കിൽ പിന്നെ തന്നെ ഞാൻ അങ്ങോട്ട് വരണം. ഇത്രയും ബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ ഹണിമൂൺ യാത്രയിലോട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അതിൻ്റെ വീട്ടിലോട്ട് പോവാം എന്ന് പറയുമ്പോൾ ഇത് സുലോചന കൂടെ പോയി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള അല്പ ലാഭങ്ങൾക്കും എന്താ പറയുക ആഡംബരത്തിനും വേണ്ടിയാണ് പോകുന്നത്. ഈ സ്ത്രീ ആഗ്രഹിച്ചെന്നുള്ളത് മാത്രമാണ് കഥ ഒരു ക്യാരക്ടറിൻ്റെ കണ്ടന്റ്. അവസാനം വന്ന് നിൽക്കും, ക്ലൈമാക്സ് അങ്ങനെയായി പോയി. ഈ ചേച്ചിയുടെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിപരമായി ചേച്ചിയെ കൂടെ ഉപയോഗിച്ചതാണ് ഈ കളിപ്പാട്ടം പോലെയുള്ള സിനിമകൾ. അതായത് വേണുനാഗവള്ളി സിനിമകളുടെ ഒരു പ്രത്യേകത ചേച്ചിയുടെ ക്യാരക്ടർ നോക്കിയാൽ മനസ്സിലാവും. പാഹത്തിൽ നോക്കിയാലും അതേപോലെ ഇട്ട എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു ചൈൽഡിഷ്നെസ്. അതേപോലെ ലാൽസലാമിൽ ബാക്കിയെല്ലാം ബോൾഡായിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൈൽഡിഷായിട്ട് ഞാനും കമ്മ്യൂണിസ്റ്റായി എന്ന് പറയുന്ന ഒരു ചൈൽഡ്നെസ് ഭയങ്കര. ചേച്ചിയുള്ള ചൈൽഡിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്താണ് ഇപ്പോൾ വേണുനാഗവള്ളി സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. സുഗമോദേവി പോലും ഒരു പക്ഷേ അത്തരത്തിൽ നല്ല നമുക്ക് വാച്ചബിൾ ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേണുനാഗവള്ളി സാറിനെ കുറിച്ചുകൂടെ ആ സിനിമകളെ കുറിച്ചുകൂടെ? വേണിച്ചേട്ടൻ അങ്ങനെയാണ്. വേണിച്ചേട്ടൻ എന്നെ കണ്ടപ്പോൾ വേണിച്ചേട്ടനോട് ഞാൻ എങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത് അത് തന്നെയാണ്. വേണിച്ചേട്ടാ എന്നെ വേണിച്ചേട്ടൻ ഒരു സ്കൂട്ടറിലാണ് വരുന്നത് വീട്ടിൽ. അപ്പോൾ വരുന്നത് മിക്കവാറും ഒരു സ്കൂട്ടറിൽ കോന്നിയൂർ വിജയകുമാർ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ടായിരുന്നു. അദ്ദേഹം റേഡിയോ വർക്ക് ചെയ്യുന്ന ആളാണ്. വേണിച്ചേട്ടൻ വേറൊരു സ്കൂട്ടറിൽ വരും. അപ്പം അന്ന് വീട്ടിലൊന്നും സ്കൂട്ടറൊന്നുമില്ല.
പിന്നെ വരുന്ന സ്കൂട്ടറോ വണ്ടിയിലോ ഒന്നും തൊടാനൊന്നും സമ്മതിക്കത്തില്ല. വേണുചേട്ടനും അച്ഛനും അമ്മയും പിന്നെ ആകാശവാണിയും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം പറയാൻ വരും. അമ്മ അവിടെ പെർമനൻ്റ് ആക്കിയിട്ടില്ല, കാരണം അച്ഛൻ നാടകത്തിന് പോയാൽ കൂടെ പോകേണ്ടി വരും എല്ലാവരെയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയലക്ഷ്മി നാളെ പറഞ്ഞ് ലീവ് എടുക്കരുത്, നാളെ പറഞ്ഞ് നിർബന്ധമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം പറയാനാണ് വരുന്നത്. പിന്നെ വേണുചേട്ടൻ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പ്രോഗ്രാം മ്യൂസിക്കൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിജയലക്ഷ്മി വന്നേക്കണേ എന്ന് പറയാനും വരും. വന്ന് കഴിയുമ്പം സംസാരിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ പറയും, വേണു വേഗം പൊയ്ക്കോ, വേണ്ട വരുന്നുണ്ടേ, ഇവിടുത്തെ കുണ്ടണികൾ രണ്ടും വരുന്നുണ്ട് എന്ന് പറയും. ആ കുഴപ്പമില്ല ചേച്ചി എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പടി കയറും. വെളിയിൽ പോയി മിനി ആജ്ഞാപിച്ച് പറയും, വേണുങ്ങളെ എനിക്ക് സ്കൂട്ടറിൽ കയറണം എന്ന് പറയും. മോളെ ഇത് ഒടിഞ്ഞിരിക്കുകയാണല്ലോ, അത് സാരമില്ല, അതേ ഞാൻ ഫ്രണ്ടിൽ നിന്നോളാം എന്ന് പറയും. പിന്നെ വേണുങ്ങളെ എനിക്ക് ഇരുന്ന് പോകണം എന്ന് പറയും. അപ്പം പിന്നെ വേണുങ്ങളുടെ മനസ്സിന് വിഷമമാണ്, ഇരുന്ന് പോകണമെന്ന് പറയുന്നു. മോളെ മിനി നീ അവിടെ നിൽക്ക്, ഞാൻ മോളെ കൊണ്ടുവന്ന് ഇരുന്ന് കൊണ്ടുപോട്ടെ, അവളിരുന്നോട്ടെ, അവളവിടെ ഇരുന്നോട്ടെ, നരിച്ചീറ് എന്നെ ഫ്രണ്ടിൽ നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. താഴെ വഞ്ചൂരിന് താഴോട്ട് കൊണ്ടുപോകും. അവിടുന്ന് നമ്മുടെ കല്ലമ്മങ്കോലിന് ആ വഴി ഇങ്ങനെ വന്നിറങ്ങും. ഇപ്പോൾ ആ കാസ ഹോട്ടലൊക്കെ ഇരിക്കുന്ന ആ ഇടുക്ക് വഴിയുണ്ടല്ലോ, ആ തേര് കയറി ഇങ്ങനെ കൊണ്ടുവന്ന് അത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ അതുവഴി കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും താഴോട്ട് കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി, കഴിഞ്ഞു നാളെ ഇറങ്ങ്, പെട്രോൾ തീരും, ഇറങ്ങിക്കോ എന്ന് പറയും. ഞാൻ കണ്ടോ ഇരുന്ന് പോയത് കണ്ടോ, പിന്നെ ആ വഴക്ക് കിടക്കും. ഞാനല്ലേ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്, നേരെ എനിക്കെല്ലാം കാണാൻ, ഞാനാണ് ഫ്രണ്ടിൽ നിന്ന് കണ്ടത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എന്നും ഉള്ളതാണ്. അതാണ് വേണുചേട്ടൻ്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് എന്നും പറഞ്ഞ് നിൽക്കുന്നത്. അത് അങ്ങനെ വെച്ചുള്ള സംഗതികളെ വേണുചേട്ടൻ എഴുതുള്ളൂ. ഓട്ടവും പിന്നെ നമ്മുടെ രേഖയും ലാലേട്ടനും അഭിനയിച്ച കിഴക്കൊടരും പക്ഷി, ആ സിനിമയൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ മിസ് ചെയ്തത്. അത് ഞാൻ വേറെ പടങ്ങളിലായതുകൊണ്ട് അത് വലിയ പരിഭവമാണ് വേണുചേട്ടൻ്റെ കുറേ കാലം. കിലുക്കോം സാറല്ലേ എഴുതിയത്? അത് ആർക്കും അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ കിലുക്കം എഴുതിയത് വേണുനാഥ്. കുറേ പേർക്ക് അറിയത്തില്ല. അത് ആ രവിതയുടെ ക്യാരക്ടർ ഞാൻ ചെയ്യാനിരുന്നത്. വേണുചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ നല്ലൊരു കഥ കേട്ടോ, നല്ല ക്യാരക്ടറാണ്. അതുകൊണ്ട് പ്രിയൻചേട്ടൻ കഥ ഫോണിൽ കൂടെ പറഞ്ഞു, കഥ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടൂ. ഉഗ്രനായിട്ട് പടം എടുക്കും പ്രിയൻചേട്ടൻ. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, കഥയിലൊന്നുമില്ലെന്ന് തോന്നും. കഥ പ്രിയൻചേട്ടൻ ചിരിക്കും. ഈ ആട്ടുംകുട്ടിയെ ഇങ്ങനെ കഥകിൻ്റെ ഇടുക്കി വെച്ച് ഞെക്കി അങ്ങനെ ഇരിക്കാം, അതുപോലെ ചിരിക്കും. ഇങ്ങനെ ചിരിക്കും. ചിലതിപ്പോൾ എന്തിനാ ചിരിച്ചേ, നമുക്കത്ര ചിരിയായിട്ട് തോന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഇവിടെ നല്ല കഥയല്ലേ പറഞ്ഞാ വേണ്ട വരുന്ന ഇതെങ്കിലും ഒന്ന് അയ്യോ അയ്യടാ ഹായ് இவ்வளோ நாளைக்கு அப்புறம் ஃபைன் இவ்வளோ நாளைக்கு அப்புறம் so happy all of you here only. പ്രിയൻചേട്ടൻ്റെ പടം നല്ല രസമായിട്ട് കോമഡി എടുക്കും. പ്രിയൻചേട്ടൻ്റെ സിനിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് പറഞ്ഞ് ഇങ്ങനെ മതി, അത്രയും മതി. കാട് കയറി പിന്നെ കുറേ നേരം ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരുന്ന് അതൊന്നുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ പിന്നെ ഇവിടെ കിടന്ന് വേറെ എന്തെങ്കിലുമൊക്കെ തലകുത്തി പറയേണ്ട കാര്യമില്ല. ഇംപ്രവൈസേഷൻ വലിയ താല്പര്യം കേട്ടോ, അതിനൊക്കെ ഉള്ള പരിപൂർണ സ്വാതന്ത്ര്യം തരും. പക്ഷെ അതൊക്കെ പുള്ളി ആ എഡിറ്റിങ്ങിനെ കുറിച്ചും അതിനെക്കുറിച്ച് ചിന്തിക്കും. കുറേ നമ്മളിങ്ങനെ ഒരേ സീനിൽ തന്നെ കുറേ ഇംപ്രവൈസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത സീനുകൾ എന്താവും. അതൊക്കെ നല്ല
ധാരണയുള്ള ആളാണ് പ്രേംചേട്ടൻ. നമ്മൾ വേണുചേട്ടൻ്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ വേണുചേട്ടൻ ഒരു ആക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമാണ്, ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി മിസ് ചെയ്ത ഒരു നല്ല പടം സർവകലാശാലയാണ്. അതെ അതെ, ലാലേട്ടൻ അതിൽ പക്ഷെ എന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്തില്ല. സ്പേസ് ഇല്ല, സ്പേസ് ഇല്ല, എനിക്ക് പറ്റിയ ക്യാരക്ടർ അല്ല എന്നൊക്കെ തന്നെയാണ്. പക്ഷെ കിലുക്കം എങ്ങനെയാ ശരിക്കും മിസ്സായത് എങ്ങനെയാ? ഇല്ല, അന്ന് ഞാൻ ബിസി ആയിരുന്നു. നമുക്ക് ലാൻഡ് ലൈൻ ഫോണേ ഉള്ളൂ, അത് വീട്ടിലുള്ള ഫോണാണ്. ഞാൻ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ വീട്ടിൽ വിളിച്ച് വിവരം പറയും, പ്രേംചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇന്നടേ പറ്റാണ്ട്. അപ്പം ഡേറ്റ് ഇങ്ങനെ എത്ര ഡേറ്റ് എന്ന് വെച്ചാൽ മിസ്സാവുന്നത്. അങ്ങനെയൊക്കെ ആവുമ്പം അതങ്ങ് മിസ്സാവും. പിന്നെ അത് വലിയ വിഷമാവും, വേണിച്ചേട്ടന് വലിയ വിഷമാവും. ഇങ്ങനെ ഒരു ക്യാരക്ടർ നന്നായിട്ട് ഉദ്ദേശിച്ച് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം. അങ്ങനെയൊക്കെ ഈ അഹത്തിൽ അത്രയും കൊഞ്ചൽ എനിക്ക് തോന്നുന്നു കളിപ്പാട്ടത്തിൽ പോലും അത്രയും ഇല്ലാന്ന് തോന്നുന്നു. അഹത്തിൽ ആ വോയിസും പിന്നെ ഇട്ട എന്നുള്ള സാധനമില്ലേ, ആ ഇട്ട എങ്ങനെയാണ് ശരിക്കും വന്നത്? അത് രാജീവ് നാഥാണ് എൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിളിക്കുന്നത് ഇട്ടെന്നാണ്. ചിലര് ഈ ചേട്ടാന്ന് വിളിച്ച് ഇട്ടായിപ്പോവും. അങ്ങനെ ആയിപ്പോയതാ. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ഒന്നിനെ ഇട്ടാന്ന് വിളിച്ച ആൾക്കാർക്ക് മനസ്സിലാവോ? ഇല്ല ഒന്നിച്ച് അത് വേണം ഏട്ടാന്ന് ചോദിച്ചാൽ ഇട്ടാവുന്നതാണ്. നല്ലൊരു പടവും നല്ലൊരു ക്യാരക്ടറൈസേഷനും ഒക്കെയാണ്. പക്ഷെ അത് എന്നെ പിന്നെ പകുതി സിനിമയ്ക്ക് ശേഷം ഡെഡായിട്ട് കണ്ടപ്പം, അതിന് ലാലേട്ടൻ എന്നെ കൊല്ലുന്നു എന്നുള്ള രീതിയിലൊക്കെ കണ്ടപ്പം അത് പലർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാതായി. രണ്ടുപേര് ഒരു പടത്തിൽ പ്രസൻ്റായിട്ട് വരേണ്ട ക്യാരക്ടേഴ്സ് ഒന്ന് കൊന്നു, ഇനി ഒരെണ്ണം സന്യാസിയെ പോലെ ഇങ്ങനെ ആവുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആവുന്നതിലൊരു നിരാശ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. കളിപ്പാട്ടം നല്ല രസത്തിൽ വരേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. അത്യാവശ്യം കളക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതൊരു വലിയ ഹിറ്റ് ലിസ്റ്റിലേക്ക് പോകാത്തതിൻ്റെ കാരണവും ഫസ്റ്റ് തന്നെ എൻ്റെ ക്യാരക്ടർ മരിച്ചു പോയി എന്നുള്ള റിവീലാവുകയാണ്. അപ്പം അത് ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. ചേച്ചി, വെങ്കലത്തിലെ തങ്കമണി എന്ന് പറയുന്നത് അസാധ്യ ക്യാരക്ടറാണ്. കാരണം ആ രണ്ട് പുരുഷന്മാരെന്ന് പറയുന്നത് ആ കഥ പുതിയതുമാണ്. ഇന്നും നമ്മൾ ആ ജോണറിലൊരു കഥ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പല രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷേ എങ്കിലും അത്തരമൊരു കാലത്ത് പോയിട്ട് അങ്ങനെ ഒരു കഥ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ആ കഥാപാത്രം വരുന്ന സമയത്ത് ചേച്ചിയുടെ തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു, എങ്ങനെ സ്വീകരിക്കണമെന്നാണ്. ഭരതൻ സാറാണ്, അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു? ഇല്ല, അതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരു കഥ പറഞ്ഞിരുന്നു. അതായത് 4 or 5 ചേട്ടാമാരുള്ളൊരു വീട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ചെല്ലുന്നു. അപ്പം അന്നത്തെ പ്രോസസ് അനുസരിച്ച് ഈ 4 പേരോടൊപ്പം ആ പെൺകുട്ടിക്ക് ജീവിക്കാം. അങ്ങനെ ആ ഒരു എന്താ പറയുന്ന വിഭാഗക്കാർക്കിടയിൽ അത്, ആ സമുദായക്കാർക്കിടയിൽ അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കത് അതെന്താ അങ്ങനെ? ഇപ്പം അവരുടേതായ ന്യായമുണ്ട്. അതുകൊണ്ടാണ് 2 പേർക്കും ഒരു ഭാര്യ. അങ്ങനെ അതാകാം. കാരണം സ്വത്തുക്കൾ പുറത്തു പോകണ്ട, ചേട്ടാന്യന്മാരെ തമ്മിൽ അടുപ്പിക്കണ്ട, അവരുടെ ആ കുലത്തൊഴിലും കാര്യങ്ങളുമൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നൊക്കെയുള്ള ഇത് കുടുംബം സ്പ്ലിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയുള്ളതൊക്കെയാണ് എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പല സ്ഥലത്ത് ഞാനത് കേട്ടിട്ടുണ്ട്. അതങ്ങനെ ജീവിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. ചേച്ചി ഏറ്റവും മനോഹരമായി അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഉർവശി ചേച്ചി, പഴയ കാലഘട്ടത്തിലുള്ള ഉർവശി ചേച്ചിയുടെ കംപ്ലീറ്റ് സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു കുറച്ചുകൂടെ പ്രായമുള്ള പക്വതയുള്ള ഒരു സുന്ദരിയാണ് അതിനകത്ത്. ഭയങ്കര രസമാണ്. തിരുവാതിരയെ കളിക്കുന്ന ചില ഷോർട്സ് ഒക്കെ അസാധ്യ സിനിമയാണ്. ഭരതൻ സാറിൻ്റെ ഒരു ആർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ക്രിയേറ്റീവ് ലൈറ്റും ഭയങ്കര രസമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് കല്ലടിക്കോടാണ് ഇവരുടെ സ്ഥലം. അതെ പറ്റില മുറക്കിട്ടുള്ള പാട്ടൊക്കെ എനിക്ക് പക്ഷെ അന്നും അതിന് ഗൗരവം എന്ന് പറഞ്ഞുകൂടാ. ലോഹിയേട്ടൻ എഴുതും 2 ദിവസത്തെ ഒരിക്കൽ തങ്കമണി എന്ത് പറയുന്നു
തങ്കമണിക്ക് സുഖമാണോ, ഓരോ ക്യാരക്ടേഴ്സും ആ കഥാപാത്രം വെച്ച് എഴുതും. ഇവർ ഇങ്ങനെ പറയുന്നുണ്ടോ, അയാൾ ക്രൂരമായ വാക്കുകൾ കൊണ്ട് തങ്കമണിയെ ഉപദ്രവിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചെഴുതും. അപ്പോൾ ഞാൻ തിരിച്ചെഴുതും, കുഴപ്പമില്ല തങ്കമണി, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ചൊൽപ്പടിക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു പ്രത്യേകതരം എക്സ്പീരിയൻസാണ്. ഭരതൻ സാറിനെ പോലെ തന്നെ പത്മരാജൻ സാറിൻ്റെ ദേശാടനക്കിളിയിൽ കരാറില്ലേൽ ആ 2 സ്കൂൾ കുട്ടികളിൽ ഒരാളായിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തതല്ലേ? അതെ അതെ. എന്നിട്ട് പിന്നെ ടീച്ചറുടെ വേഷം എടുത്ത് അണിയേണ്ടി വന്നതാ. അതെ 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 അതെ. പക്ഷേ ടീച്ചറുടെ വേഷം നല്ല രസമായിരുന്നു, നമുക്ക് ചെറിയ വിരോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കും. നമ്മൾക്ക് ആദ്യം കുട്ടികളുടെ മനസ്സായിരിക്കുമല്ലോ, ടീച്ചറുടെ കൂടെ അല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. അത് അങ്ങനെ ആദ്യമേ അങ്ങനെ ആയിരുന്നു. അവിടെ വന്നിട്ട് എന്താണെന്ന് അറിയില്ല, പപ്പങ്ങൾ പറഞ്ഞു കുറച്ച് ആ റോള് കാർത്തിക ചെയ്യട്ടെ, കാർത്തികയുടെ റോളും കുറച്ച് ചെയ്താൽ മതി. എന്തോ ഒരാഴ്ച പണി അങ്ങനെ അവിടെ നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും ബോധമില്ല, ഇന്ന റോളാണെന്നോ ആ റോളാണെന്നോ അതൊന്നുമില്ല. നമ്മുടെ സിനിമയ്ക്ക് വിളിച്ചു, വീട്ടിൽ നിന്ന് പോയി അഭിനയിച്ചിട്ട് വരാൻ പറഞ്ഞു, അഭിനയിക്കാൻ പോവുക, അവിടെ ജോലി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ചേച്ചി ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ തലയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ, കിഴക്കൻ പത്രോസിലെ ചാളമേരിയെ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുള്ള കഥാപാത്രം, ദേവിയെ പോലെയുള്ള, അതായത് ഭരതത്തിലെ ദേവി, ഇത് വേറെ ലെവൽ സാധനമാണ്. ചേച്ചിക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗർഷോമിൽ തന്നെ അസാധ്യമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ എവർഗ്രീൻ സോങ് എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു പാട്ടിൽ ചേച്ചിക്ക് പറ്റി പറയാൻ മറന്ന പരിഭവങ്ങൾ, അങ്ങനെ ഒരു കൂട്ടം പാട്ടുകൾ, ഒരു കൂട്ടം ചേച്ചി ചെയ്ത സിനിമകളെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരു ഡിസ്കഷനിൽ നമുക്കിരുന്നൊന്നും സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചേച്ചി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇത്രയും യാത്ര നടത്തുമ്പോഴും ചേച്ചിക്ക് ഇനിയും ഒരു ആഗ്രഹം, ഇങ്ങനെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം എന്ത് പരുവത്തിലാണ് വരുന്നത്? എന്ത് ക്യാരക്ടർ കിട്ടുമ്പോഴാണ് ഇത് കൊള്ളാമായിരിക്കും എന്നൊരു സ്പാർക്ക് സംവിധായകരൊക്കെ വന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചേച്ചി അത് അട്രാക്ട് ചെയ്യുന്നത്? എന്തായിരിക്കും ഘടകം? എനിക്കൊരിക്കലും നല്ല ചോക്ലേറ്റ് കഥാപാത്രങ്ങൾ എന്നെ അട്രാക്ട് ചെയ്യാറില്ല. ഇതിപ്പോൾ വില്ലത്തിയല്ലേ, ജഗദമ്മ വില്ലത്തിയാണോ? ജഗദമ്മയ്ക്ക് അതൊരു വില്ലത്തി കിടപ്പുണ്ട്, ഒരു വില്ലത്തി ചെറുതായിട്ട് കിടപ്പുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ജീവിക്കാനുള്ളൊരു തത്രപ്പാടിൻ്റെ ഇടയ്ക്കുള്ളൊരു വില്ലത്തിയാണ്. അല്പം വില്ലത്തിയായിട്ട് നിന്നാലേ ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് നിൽക്കാൻ പറ്റൂ എന്നുള്ളതിൻ്റെ ഒരു വില്ലത്തിയാണ്. പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചങ്ങനെ ബോൾഡായിട്ട് നിന്നില്ലെങ്കിൽ അപ്പോഴേ ചവിട്ടി താഴ്ത്തും എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. അങ്ങനെ ഒരു ഇതിനകത്ത് കള്ളമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് സ്വരുകൂട്ടിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ. എനിക്കൊരു ക്യാരക്ടർ എന്നോട് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നതിനകത്ത് ഇതുവരെ ഞാൻ ചെയ്യാത്ത തരത്തിലുള്ള എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ് നോക്കുന്നത്. അത് ഭയങ്കര ചോദ്യമാണ്. അതാണ് ചെയ്യാത്ത എന്താ ഉള്ള ഇനി? അല്ല, ഉണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും എന്തെല്ലാം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. മെയിലിലെ ഇവിടെ ഫീമെയിലിനാണ് ഒരുപാട് സാധ്യതകൾ. കാരണം അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള വേദികൾ കുറവാണെന്നേ ഉള്ളൂ. അപ്പം പക്ഷെ ഒരുപാട് പേരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒത്തിരി സ്കോപ്പുണ്ട് നമുക്ക്. എൻ്റെ മനസ്സിൽ ലേഡി സൂപ്പർ സ്റ്റാർ അന്നും അതുകൊണ്ടാണ് അവർ തലയുറത്തി നിന്നും അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ഒരു നായകന്റെയും നായികയല്ല, ഞാൻ ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണ്. അവർക്ക് അത്ര കോൺഫിഡൻസ് ആണ്. അവർ ഏത് ക്യാരക്ടറും എന്താ പറയാ ഒരു ഇല്ലാതെ ചെയ്യുന്നുണ്ട്, കോൺഫിഡൻസ് ആണ്. ഉർവശി എന്ന് പറഞ്ഞ നടിയെ കറുത്തു വിട്ടാൻ മഞ്ജുചേച്ചിയുടെ അഭിപ്രായമാണ്. അത് പ്രസക്തമാണെന്ന് നമുക്ക് തോന്നുന്നു. അല്ല, ഡയറക്ടറുടെ ആർട്ടിസ്റ്റായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് അന്തസ്സുള്ള ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നായക നടൻ്റെ താല്പര്യത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു അതിനനുസരിച്ച് നിർദ്ദേശത്തിനുമനുസരിച്ച് മാത്രം പടം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സ്വന്തം ജോലിയോട് ചെയ്യുന്നവരെന്തോ ഒരു ശരിയല്ലാഴികയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ എൻ്റെ ഡയറക്ടർ ചൂസ് ചെയ്യണം. ഞാൻ വളർന്ന അന്തരീക്ഷത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്
ഈ ക്യാരക്ടറിന് അവർ കൊള്ളാമായിരിക്കും. ആരോടും അങ്ങോട്ട് ചാൻസ് ചോദിക്കുക, നിങ്ങളുടെ സിനിമ കണ്ടിട്ടുണ്ടോ കേട്ടോ, നിങ്ങൾ നന്നായിരിക്കുന്നു, എന്നെങ്കിലും നിങ്ങളുടെ ഒരു സിനിമ അഭിനയിക്കണമെന്ന ഇതൊന്നും പറയുന്ന ഒരു ശീലമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലാതെ അങ്ങോട്ട് പോയി ചോദിച്ചൊരു വേഷമുണ്ടോ എന്നാൽ വിളിച്ചു ചോദിക്കുക, ഇതൊന്നും താല്പര്യമില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പ്രതീക്ഷിച്ച് വന്ന ചില ബന്ധങ്ങൾ പിന്നീടത് ദോഷമായിട്ട് മാറിയത്. നമ്മളുമായിട്ട് അടുത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴിൽ അഭിനയിക്കാം, തെലുങ്കിൽ അഭിനയിക്കാം, അവിടെ എവിടെയൊക്കെ അഭിനയിക്കാം, വലിയ സ്റ്റാർഡമിൽ എത്താം. അത് വിളിച്ച് ഓരോ വാക്ക് പറഞ്ഞാൽ മതി, എല്ലാ ഡയറക്ടേഴ്സും അവസരം തരും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട്, അയ്യോ ഇവരുടെ വീട്ടിൽ അതൊന്നും ഇല്ലേ ശീലം, ഇവരാരെയും വിളിച്ചങ്ങനെ പറയില്ലേ എന്നറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുണ്ടാകുന്നൊരു വെഞ്ചൻസും ഒരു ദേഷ്യവും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ കാണേണ്ടി വന്നു. അപ്പോഴാണ് നമ്മൾ അന്തം വിടുന്നത്. അപ്പം അത് അങ്ങനെ ഒരു സംഗതി ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എന്നെ ഡയറക്ടേഴ്സിൻ്റെ ആർട്ടിസ്റ്റായിട്ട് എന്നെ വിളിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡയറക്ടേഴ്സിന് വാല്യൂ ഉണ്ടായിരിക്കണം ഒന്നും കൂടെയാണ്. ഇപ്പോൾ വരുന്ന പല ഡയറക്ടേഴ്സിനും അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പറഞ്ഞാൽ ഇതാ ഏത് ഹീറോ അഭിനയിക്കാം, അപ്പോൾ ഇന്നൊരു നല്ല ലീഡിങ് അയാൾ വിളിച്ചുകൊണ്ട് പോവാം, ഡേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പടം ചെയ്യാം, ഇന്ന ആർട്ടിസ്റ്റിനെ ഡേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നോ പടം ചെയ്യാം എന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ആർട്ടിസ്റ്റിനെ ആയിരിക്കില്ല ഇയാൾക്ക് ഇഷ്ടം. അങ്ങനെ പണം ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല. അവർ നമ്മളൊന്ന് നിൽക്കട്ടെ, ഒന്നിവിടെ സ്റ്റഡി ആയിട്ട് വേണ്ടേ നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങൾ പറയാനായിട്ട് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ച് ഡയറക്ടേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കണം. ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞത്, ശ്രീനിവാസ സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ നമ്മുടെ ഒരു നഷ്ടമാണ്. പക്ഷെ നമുക്ക് ആവോളം ക്യാരക്ടേഴ്സ് തന്നിട്ടാണ് പോയത്. ഞാനൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാക്കിയത് വടക്ക് നോക്കി യന്ത്രമൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊരു പടം ഉണ്ടല്ലേ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് ഉണ്ടാക്കിയില്ലേ? അതെ, സാറിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീനേട്ടനെക്കുറിച്ച് എന്താ പറയുന്നത്? വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിലും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമാണ്. വ്യക്തിയായിട്ട് മാത്രം പറഞ്ഞിരുന്ന ഒരു സഹപ്രവർത്തകനായിട്ട് പറഞ്ഞാലും വളരെ വളരെ ബഹുമാനമാണ്. ഏത് കാര്യത്തെക്കുറിച്ചും ഗൗരവമായിട്ടാണെങ്കിൽ അങ്ങനെ, തമാശയായിട്ടാണെങ്കിൽ ഇങ്ങനെ, അതല്ല കുറച്ച് ചടുലമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ. നല്ല കാഴ്ചപ്പാടുണ്ട് പുള്ളിക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്നൊരു മറുപടി ആയിരിക്കില്ല പുള്ളി പറയുന്നത് നമ്മളോട്. ഒരിക്കൽ പ്രഗത്ഭനായ ഒരു നടനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നല്ല ആൾ കേട്ടോ, പുള്ളി ഇങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഒരു താല്പര്യം പറഞ്ഞു. ഉർവശി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരാൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നും മുഖം മുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. മുഖം മുറിക്കുക എന്ന് പറയുന്നത് അല്ലല്ലോ, വാക്കുകൾ മുറിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ. മുഖം അവിടെ തന്നെ ഇരിക്കുമല്ലേ. അപ്പം ഇപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല. നെഞ്ചത്തോട്ട് ബസ് കയറ്റാൻ വരുന്നവൻ്റെ അടുത്ത് മുഖം മുറിച്ചങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നെഞ്ചത്തോട്ട് കയറ്റിയിട്ട് പോയിട്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ. ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങൾ ലൊക്കേഷനിൽ ഇങ്ങനെ വണ്ടിയിൽ പോയിട്ട് വന്ന് ഇറങ്ങുകയാണേ. മനുഷ്യനായിട്ട് തമാശ പറയുകയാണോ സീരിയസ് ആണോ, ഇത് രണ്ടും തിരിച്ചറിയാത്ത പോലെ സംസാരിക്കരുത്. ഞാൻ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാനത്ര സീരിയസ് ആവില്ല. സീരിയസ് ആണെങ്കിൽ ആശുപത്രി കിടന്ന് സംസാരിക്കും. ഞാൻ സീരിയസ് അല്ല, പറയുകയാണ്. ഞാൻ പറഞ്ഞു ബസ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എന്താണ് ഉദാഹരണം എന്ന് ചോദിച്ചു. അതാണ് അതിൻ്റെ ഉദാഹരണം. ഒരു അത്ര വലിയൊരു അപകടം നേരിട്ട് വരുമ്പം ഞാൻ മുഖം മുറിച്ച് പറയില്ല എന്ന് പറഞ്ഞാലുള്ള അബദ്ധം ഇതാണ്. മുഖം മുറിച്ചതിന് നിർത്തണം, അവിടെ മനുഷ്യൻ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയും സൂക്ഷിച്ച് പുറകിലോട്ട് മാറുകയും വേണം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും അംഗീകരിക്കില്ല. ഉർവശി 24 മണിക്കൂറും നല്ല സർവീസുള്ള നല്ല ബസ്സാണ്. ഇവർ മനഃപൂർവ്വം അതിൻ്റെ നേർക്കോട്ട് ഓടിച്ചെന്നിട്ടാണ് ഇത് പറ്റിയെന്ന് മാത്രമേ പറയുള്ളൂ. ആ പ്രായത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഇയാളെ തോന്നി പറയുകയേ വേണ്ടായിരുന്നു.
ചോദിക്കണ്ടായിരുന്നു എന്നാ തോന്നിയത്. വേറെ ചിലരും വിഭിന്ന അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ നടനല്ലേ, അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും. മറ്റൊരാൾ പറയുന്ന അയ്യോ പറയുന്നത് അങ്ങ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര വിരോധമായാലേ പിന്നെ നമ്മുടെ സിനിമയുടെ വളർച്ചയ്ക്ക് അത് ശരിയല്ല. ഇങ്ങനെ സീനിയർ അത് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ കുറച്ച് ദിവസത്തിനൊക്കെ എനിക്ക് മനസ്സിലായി ശരിയാണ്. ജഗദമ്മ ശരിക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കമേഴ്സ്യൽ പാർട്ട് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും സാമ്പത്തിക വിജയം കിട്ടുക ജഗദമ്മയ്ക്ക്? ജഗദമ്മ സാമ്പത്തിക വിജയം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നൊരു സിനിമയല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ചും രാഷ്ട്രീയ പശ്ചാത്തലം, അത് പഞ്ചായത്തുകളിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റുകളും ഇതൊക്കെ നാട്ടിൻപുറത്തുകാരുടെ മനസ്സിലൂടെ പുറത്തു വരികയാണ്. അപ്പോൾ അവരാകുമ്പോൾ കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും വരുന്ന ഒരു സ്ത്രീ, അത്രയും ഒരു താഴേക്കിടയിൽ നിന്ന് വരുന്നൊരു സ്ത്രീ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ പിന്നുണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, ഇവിടെ സ്ത്രീകൾക്ക് അത്രയും സീറ്റ് സംവരണം വേണം എന്ന് പറയുന്ന ഈ നാട്ടിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി ഇതാവും എന്നത്തെ സിനിമയും അല്ല ഇത് കണ്ടു തന്നെ നിശ്ചയിക്കേണ്ടി വരും. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ജഗദമ്മ കാണണം. അതേപോലെ തന്നെ ചേച്ചിയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മളെന്നാണ് ഇനി അടുത്ത് സംസാരിക്കുക? തീർച്ചയായിട്ടും അതിനൊരു നല്ല സമയം വളരെ സമയം, കാരണം എൻ്റെയും ഒരു റീകളക്ഷനുള്ള സമയം വേണമല്ലോ, അതിനുള്ള സമയം വേണം. അപ്പോൾ അതിങ്ങോട്ട് ചോദിക്കുമ്പോൾ മാത്രമേ അപ്പുറത്തെക്കുറിച്ച് എനിക്ക് ഓർത്തെടുക്കാനും ഒക്കെ പറ്റുള്ളൂ അല്ലേ. വർക്ക് ചെയ്തവർ പലരും ഇപ്പം ഇല്ല, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എഴുതിയവർ, തീർച്ചയായിട്ടും ഒരു ദിവസം മുഴുവൻ ഇരിക്കാൻ നമുക്ക്. താങ്ക് യു ചേച്ചി. ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും തീരില്ല, അത്രയ്ക്കും വർക്കുണ്ട്. പിന്നെന്താ സംസാരിക്കാൻ. താങ്ക് യു ചേച്ചി. Fira Masala Oats. Beat your age with the taste of health.